കൊല്ലം 18-11 കൊല്ലം 18 UDF ലീഡ് ചെയ്യാണ്. കൊല്ലം കോർപ്പറേഷൻ ആര് ഭരിക്കും? UDF ഉറപ്പിക്കാമോ? വിവരങ്ങളുമായുണ്ട് നമ്മളോടൊപ്പം. കണ്ണൻ, കേൾക്കാമോ? തീർച്ചയായും മധു, കൊല്ലത്തെ ഇടതുപക്ഷത്തിന്റെ കോട്ട തകരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൊല്ലം കോർപ്പറേഷൻ, കൊല്ലം നഗരം ഇപ്പോൾ UDFന്റെ പക്ഷത്തേക്ക് പോകുന്നു. BJPയും NDAയും ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു. കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോൾ LDF 8 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 38 സീറ്റുകൾ ഉണ്ടായിരുന്നതാണ്, ഇത്തവണ 8 സീറ്റുകളിലേക്കാണ്. ഞാൻ ഫലം വന്നതാണ് പറയുന്നത്, ഫലപ്രഖ്യാപനം നടന്ന കാര്യങ്ങളാണ്, ലീഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല. UDF 16 സീറ്റുകളിൽ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. NDA 9 സീറ്റുകൾ വിജയിച്ചിരിക്കുന്നു. SDPI 1 സീറ്റിൽ വിജയിച്ചിരിക്കുന്നു. വലിയ ആൾക്കാർ, വലിയ മുൻ മേയർമാർ, ഇപ്പോഴത്തെ മേയർ അടക്കമുള്ള ആൾക്കാർ പരാജയപ്പെട്ടു എന്നുള്ളത് കൂടി ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇപ്പോഴത്തെ മേയറായിട്ടുള്ള ഹണി ബെഞ്ചമിൻ, CPIയുടെ സംസ്ഥാന കൗൺസിലൊക്കെ ആയിട്ടുള്ള ഹണി ബെഞ്ചമിൻ മുതിർന്ന നേതാവാണ്. അവർ കോൺഗ്രസിലെ കുരുവിള ജോസഫിനോട് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റ് V. രാജേന്ദ്രബാബു, മുൻ മേയറാണ്, അദ്ദേഹവും പരാജയപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുൻ ഡെപ്യൂട്ടി മേയർ വിജയ ഫ്രാൻസിസ് കടപ്പാക്കടയിൽ നിന്നാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വൻമരങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വീണിരിക്കുന്നു. പല ആൾക്കാരും വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ ഒരു കുത്തൊഴുക്ക്, ഈ ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം മൂലമുള്ള ഒരു വലിയ കാറ്റും, ആ കാറ്റിൽ ഈ വലിയ നേതാക്കന്മാരെല്ലാം തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ നേരത്തെ ഇഞ്ചോടിച്ച് പോരാട്ടം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുന്നു. 20 ഡിവിഷനുകളിൽ LDF ലീഡ് ചെയ്യുകയാണ്. 7 ഡിവിഷനുകളിൽ മാത്രമാണ് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നത്. പലയിടങ്ങളിലും ശക്തമായി പല പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളായാലും ബ്ലോക്ക് പഞ്ചായത്തുകളായാലും വലിയ സ്വാധീനം, വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. UDFന്റെ മുന്നേറ്റം, അതുപോലെ തന്നെ BJP പല സ്ഥലങ്ങളിലും നേരിട്ടുള്ള മുന്നേറ്റം, ഇത് രണ്ടുമാണ് കൊല്ലം ജില്ലയിൽ എടുത്തു പറയേണ്ടത്. ഇടതുപക്ഷം പല സ്ഥലങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ടു. BJPക്കുണ്ടാകുന്ന നേട്ടവും എടുത്തു പറയേണ്ടതാണ്. NDAക്ക് 9 ഇടങ്ങളിലാണ് കോർപ്പറേഷനിൽ മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നത്. LDFും NDAയും തമ്മിൽ 2 വാർഡുകളുടെ വ്യത്യാസമേ ഉള്ളൂ. 11 ഇടങ്ങളിൽ LDF, 9 ഇടങ്ങളിൽ NDA, UDFന് 18 ഇടങ്ങൾ, അതും കൊല്ലത്ത്.